വെലില കോട്ടോട്ടത്തുള്ള പെയിൻറ് ഷെഡിൻ്റെ ഭാഗം കാണിക്കുന്നത്. ഇവരുടെ കെയർ ഓഫിൽ വന്ന ഒരു 15 വർഷം പഴക്കമുള്ള ഒരു വാഹനം ടെസ്റ്റ് ചെയ്യാനാണെന്ന് പോകുന്നത്. അത് 2 വീലർ വാഹനമാണ്. റീടെസ്റ്റിന് വന്ന് ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ 5 വർഷത്തെ പേപ്പറാണ് കിട്ടുന്നത്. ഇതാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ എന്ന് പറയുന്ന വാഹനമാണ്. ഇത് 2010 വണ്ടിയാണ്. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ 5 വർഷത്തെ പേപ്പറാണ് കിട്ടുന്നത്. ഏകദേശം 2030 വരെ പേപ്പർ കിട്ടും. നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടിരിക്കുന്നവരെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ളൂ: ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലേക്ക് ഓണാക്കി വെക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കിത് ടെസ്റ്റിന് കാണിക്കേണ്ട വാഹനമാണിത്. 15 വർഷം പഴക്കമുള്ളൊരു ബൈക്കാണ്. ഇത് പുനലൂരാണ് ഇന്ന് ടെസ്റ്റിന് കാണിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിയ വാഹനമാണ്. 4 സൈഡ് ഇൻഡിക്കേറ്റർ ആയാലും, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ 2 പോയിൻ്റ് ആയാലും, ബാക്ക് ബ്രേക്ക് ലൈറ്റ് ആയാലും എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മൾ കൂടുതലും ഇപ്പോൾ സെയിൽ വീഡിയോകൾ ചെയ്യാത്തത് നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ അത്യാവശ്യം വൃത്തിയാക്കി പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻറ്റിങ്ങിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പാർട്ടികൾ വന്ന് ആവറേജ് മാന്യമായിട്ടുള്ള വില പറയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് അവർക്കങ്ങ് കൊടുക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സെയിലിന് വീഡിയോ ചെയ്യാത്തത്. ഇതിലൊരു നെല്ലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ ടെസ്റ്റ് നടക്കുന്നത്. RTOസിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ വോട്ട് കൂട്ടും വലത്തെ സൈഡാണ് നിലവിൽ ടെസ്റ്റ് നടക്കുന്നത്. ഒരു RTOസിൻ്റെ അടുത്ത് തന്നെയുള്ള സാരഥി എന്ന് പറയുന്ന ഒരു ഓഫീസിലാണ് നമ്മൾ പേപ്പറെല്ലാം കൊടുത്തേക്കുന്നത്. ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 15 വർഷം പഴക്കമുള്ള റീടെസ്റ്റിന് വന്ന കാറുകളൊക്കെയാണ് നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ 2 വീലർ വാഹനങ്ങളും ഇരിപ്പുണ്ട്. അതേസമയം കൂടുതലും ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ 3 വീലർ മുതൽ മേപ്പോട്ടുള്ള വാഹനങ്ങളാണ് വരുന്നത്. 4 വീലർ ഗുഡ്സുകളും അതുപോലെ തന്നെ ടെസ്റ്റിനെ കാണിച്ച് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അങ്ങനെ വാഹനം എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു പെയിൻറ് ഷെഡ് തന്നെയാണ്. എപ്പം വന്നാലും അതുപോലെ വാഹനങ്ങൾ വരുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഹെവി വാഹനങ്ങൾ തന്നെയാണ്. 10ഉം 12ഉം വീലുള്ള വലിയ വലിയ വാഹനങ്ങളാണ് കൂടുതലും വരുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പം നല്ല തിരക്ക് പിടിച്ചുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടിരിക്കുന്നവരെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ.